ഒരിക്കൽ ഗാർഡൻ സിറ്റി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ബാംഗ്ലൂർ അമ്പരചുംബികളും കനത്ത ഗതാഗതവും നിറഞ്ഞ തിരക്കേറിയ സാങ്കേതിക കേന്ദ്രമായി അതിവേഗം വളർന്നു. അതിൻ്റെ വിപുലീകരണം ബാംഗ്ലൂരിനെ ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റി. എന്നാൽ ഈ നഗരം ഒരു വലിയ ഭൂകമ്പത്തെ അഭിമുഖീകരിച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രത്യാഘാതം വിനാശകരവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തടസ്സപ്പെടുത്തുന്നതുമായിരിക്കും. നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പാർഷ്യലി മോഡേൺ ആണെങ്കിലും ഒരു വലിയ ഭൂകമ്പ സംഭവത്തെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടില്ല. KR മാർക്കറ്റ്, ശിവാജി നഗർ, ബസവനഗുഡി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള പഴയ കെട്ടിടങ്ങൾ ഭൂകമ്പ പ്രതിരോധത്തിന് മുന്നിൽ കണ്ടു നിർമ്മിച്ചവയല്ല. ഈ നിർമ്മിതികളിൽ പലതും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതും വീക്ക് ഫൗണ്ടേഷനിൽ നിൽക്കുന്നതുമാണ്. കോർപ്പറേറ്റ് പാർക്കുകളും ഉയർന്ന കെട്ടിടങ്ങളും നിറഞ്ഞ ഇലക്ട്രോണിക് സിറ്റി, വൈറ്റ് ഫീൽഡ് തുടങ്ങിയ മേഖലകളിൽ പോലും ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന നൂതന മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. നഗരത്തിന്റെ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം അനിയന്ത്രിതമായ നിർമ്മാണത്തിലേക്ക് നയിച്ചു. ഇത് ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ സ്ട്രക്ചറൽ ഫെയിലിയേഴ്സിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്റ്റേബിളായ ഡെക്കാൻ പീഠഭൂമിയിലാണ് ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നതെങ്കിലും മുൻകാലങ്ങളിൽ ചെറിയ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഫോൾട്ട് ലൈനുകളുടെ സാന്നിധ്യം, ഭൂഗർഭ മെട്രോ തുരങ്ക നിർമ്മാണം, അമിതമായ ഭൂഗർഭജലം വേർതിരിച്ചെടുക്കൽ എന്നിവ പ്രാദേശിക ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് കാരണമാകും. നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥിരത സമ്പൂർണ്ണമല്ല. ഒരു വലിയ ഭൂകമ്പം ആസന്നമായിരിക്കില്ലെങ്കിലും അത് സാധ്യതാ മേഖലയ്ക്ക് അതീതമല്ല. വലിയ തോതിലുള്ള ഭൂകമ്പം ഉണ്ടായാൽ അതിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. ആദ്യ പ്രകമ്പനങ്ങൾ സൂക്ഷ്മമായിരിക്കും. നിലത്തിനടിയിൽ ഒരു വിദൂര മുഴക്കം ഇത് നേരിയ വൈബ്രേഷനുകൾക്ക് കാരണമാകും. നിമിഷങ്ങൾക്കുള്ളിൽ പ്രകമ്പനം ശക്തമാവുകയും നഗരത്തിലുടനീളം ഷോക്ക് വേവുകൾ അയക്കുകയും ചെയ്യും. ഉയരമുള്ള കെട്ടിടങ്ങൾ കുലുങ്ങാൻ തുടങ്ങുകയും മാന്യത ടെക് പാർക്ക്, ബാഗ്മാനെ ടെക് പാർക്ക്, ഔട്ടർ റിംഗ് റോഡ് എന്നിവിടങ്ങളിലെ കോർപ്പറേറ്റ് ഓഫീസുകളുടെ ഗ്ലാസ് മുൻവശങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചെയ്യും. തകർന്ന കെട്ടിടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ അവരുടെ ഓഫീസുകളിൽ നിന്നും വീടുകളിൽ നിന്നും പുറത്തേക്ക് ഓടുന്നതിനാൽ തെരുവുകളിൽ പരിഭ്രാന്തി പടരും. MG റോഡ്, ബ്രിഗേഡ് റോഡ് തുടങ്ങിയ തിരക്കേറിയ വാണിജ്യ മേഖലകളിൽ വീഴുന്ന അവശിഷ്ടങ്ങൾ റോഡ് തടസ്സപ്പെടുത്തുകയും വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുകയും ചെയ്യും. ഭൂകമ്പം തുടരുന്നതിനാൽ ഫ്ലൈ ഓവറുകളും ബ്രിഡ്ജുകളും അതിന്റെ സമ്മർദ്ദത്തിൽ തകർന്നേക്കാം. പുതുതായി നിർമ്മിച്ച മെട്രോ സംവിധാനവും അതിന്റെ ഉയർന്നതും ഭൂഗർഭവുമായ പാതകളും ഗുരുതരമായ ഘടനാപരമായ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരും. മജസ്റ്റിക് അല്ലെങ്കിൽ കബൺ പാർക്കിന് സമീപം ഭൂഗർഭത്തിൽ ഓടുന്ന ട്രെയിനുകൾ പാളം തെറ്റുകയും യാത്രക്കാർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങുകയും ചെയ്യാം. ബയ്യപ്പനഹള്ളിയിലോ സിൽക്ക് ബോർഡിലോ ഉയർന്ന മെട്രോ ലൈനുകൾ തകർന്ന് താഴെയുള്ള റോഡുകളിലേക്ക് വണ്ടികൾ ഇടച്ചു കയറിയേക്കാം. സാധാരണ സാഹചര്യങ്ങളിൽ ഇതിനകം ബുദ്ധിമുട്ടിലായ പൊതുഗതാഗതം നിശ്ചലമാവുകയും ആയിരക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും. ആഗോള ടെക് ഭീമന്മാർ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് സിറ്റിയിലും വൈറ്റ് ഫീൽഡിലും സെർവർ ഫാമുകളും ഡാറ്റാ സെന്ററുകളും വിനാശകരമായ പരാജയത്തിന്റെ അപകടത്തിലാകും. ഇന്ത്യൻ പ്രവർത്തനങ്ങളെ മാത്രമല്ല ആഗോള ബിസിനസ്സുകളെയും പിന്തുണയ്ക്കുന്ന ബാംഗ്ലൂരിന്റെ IT നട്ടെല്ല് ഓഫ്ലൈനിൽ പോവുകയും വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ബാങ്കുകൾ, ഓഹരി വിപണികൾ, ഓൺലൈൻ ഇടപാടുകൾ എന്നിവ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് ബാംഗ്ലൂരിന് പുറത്തുള്ള സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു. ആശയവിനിമയ ശൃംഖലകൾ തകരാറിലാവുകയും ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ പാടുപെടുകയും ചെയ്യുന്നതിനാൽ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് നഗരത്തിന്റെ ഏറ്റവും വലിയ ദുർബലതയായി മാറും. പാർപ്പിട മേഖലകൾ സുരക്ഷിതമായിരിക്കില്ല. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളായ രാജാജി നഗർ, ജയനഗർ, ബൻശങ്കരി എന്നിവിടങ്ങളിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കും. മോശമായി നിർമ്മിച്ച വീടുകൾ പൂർണ്ണമായും തകർന്ന് താമസക്കാരെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടിയേക്കാം. ദുർബലമായി നിർമ്മിച്ച വീടുകൾ അവശിഷ്ടങ്ങളായി മാറിയതിനാൽ ഈജിപുര, കൊറമംഗല റെയിൽവേ ട്രാക്കുകൾക്ക് സമീപമുള്ള ചേരി വാസസ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. കുടുംബങ്ങൾ പാർപ്പിടമില്ലാതെ അവശേഷിക്കുകയും സുരക്ഷ തേടി അവശിഷ്ടങ്ങളിലൂടെ അലഞ്ഞു തിരികുകയും ചെയ്യും. ഭൂകമ്പത്തിന്റെ പെട്ടെന്നുള്ള അനന്തരഫലങ്ങൾ നഗരത്തെ മുട്ടുകുത്തിക്കും. വൈദ്യുതി ലൈനുകൾ വിച്ഛേദിക്കപ്പെടുകയും ജനവാസ മേഖല മുഴുവൻ ഇരുട്ടിലാവുകയും ചെയ്യും. ട്രാൻസ്ഫോമറുകൾ പൊട്ടിത്തെറിക്കുകയും തീപ്പൊരികൾ വായുവിലേക്ക് അയക്കുകയും ചിക്പേട്ട്, അവന്യൂ റോഡ് തുടങ്ങിയ തിരക്കേറിയ പ്രദേശങ്ങളിൽ തീ പിടിക്കുകയും ചെയ്യും. ജലവിതരണ ലൈനുകൾ തകരുകയും ഇത് വ്യാപകമായ ക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഭൂഗർഭ മലിനജല പൈപ്പുകൾ പൊട്ടുകയും ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. വൈദ്യുതിയില്ലാതെ മൊബൈൽ ടവറുകൾ ഒടുവിൽ അടച്ചുപൂട്ടുകയും ആശയവിനിമയ മാർഗങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. ബാംഗ്ലൂരിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഇന്റർനെറ്റ് തകരുകയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. എമർജൻസി റെസ്പോൺസ് ടീമുകൾ നിറഞ്ഞിരിക്കും. സെയിന്റ് ജോൺസ്, മണിപ്പാൽ, ഫോർട്ടിസ് തുടങ്ങിയ ആശുപത്രികൾ പരിക്കേറ്റവരുടെ വരവ് ഉൾക്കൊള്ളാൻ പാടുപെടുമായിരിക്കും. അവശ്യ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ എമർജൻസി ജനറേറ്ററുകൾ ഉപയോഗിച്ച്
ഡോക്ടർമാർ വളരെ കോംപ്ലക്സ് ആയ സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയകൾ നടത്തും. അപകടങ്ങളുടെ എണ്ണം ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളെ അവയുടെ പരിധിക്കപ്പുറത്തേക്ക് നയിക്കും. രോഗികളുടെ ഒഴുക്ക് കൈകാര്യം ചെയ്യുന്നതിനായി കണ്ടിരുവ സ്റ്റേഡിയം, പാലസ് ഗ്രൗണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ താൽക്കാലിക ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. എന്നിരുന്നാലും മെഡിക്കൽ സപ്ലൈസ്, രക്തം, ഓക്സിജൻ സിലിണ്ടറുകൾ എന്നിവയുടെ കുറവ് ചികിത്സയെ ബുദ്ധിമുട്ടാക്കും. തടസ്സപ്പെട്ട റോഡുകളും തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകും. അഗ്നിശമന സേനാംഗങ്ങൾക്കും ആംബുലൻസുകൾക്കും അവശിഷ്ടങ്ങൾ നിറഞ്ഞ തെരുവിലൂടെ സഞ്ചരിക്കുക അസാധ്യമായിരിക്കും. ഉയർന്ന അപ്പാർട്ട്മെന്റുകളിൽ മുകളിലത്തെ നിലകളിലുള്ള ആളുകൾ വീഴുന്ന കോൺക്രീറ്റ് സ്റ്റെയർവെല്ലുകൾ തടസ്സം വരുത്തുന്നതിനാൽ രക്ഷപ്പെടാൻ പാടുപെടും. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ അതിജീവിച്ചവർ പെട്ടുപോവുകയും രക്ഷയ്ക്കായി മണിക്കൂറുകളോ ദിവസങ്ങളോ പോലും കാത്തിരിക്കാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യും. ദേശീയ ദുരന്ത പ്രതികരണ സേനയെ വിളിക്കുമെങ്കിലും ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ അവരുടെ റിസോഴ്സസ് പോലും ദുർബലമാകും. മാനസിക പ്രത്യാഘാതം ശാരീരിക നാശം പോലെ തന്നെ കഠിനമായിരിക്കും. തുറന്ന മൈതാനങ്ങളിലും പാർക്കുകളിലും സ്കൂൾ സമുച്ചയങ്ങളിലും ഉറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകും. കാണാതായ മക്കളെ മാതാപിതാക്കൾ അന്വേഷിച്ചു നടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകൾ ഉണ്ടാകാം. സോഷ്യൽ മീഡിയ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രസ് സന്ദേശങ്ങളും സഹായത്തിനായുള്ള കോളുകളും കൊണ്ട് നിറയും. കിംവദന്തികളും തെറ്റായ വിവരങ്ങളും പടരുകയും കൂടുതൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യും. തുടർചലനങ്ങളെക്കുറിച്ചുള്ള ഭയം ആളുകളെ അവരുടെ അവശേഷിക്കുന്ന വീടുകളിലേക്ക് മടങ്ങുന്നതിൽ നിന്ന് തടയും. സാമ്പത്തിക നഷ്ടം അതിഭീകരമായിരിക്കും. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് തലസ്ഥാനമെന്ന നിലയിൽ ബാംഗ്ലൂർ ആയിരക്കണക്കിന് ബിസിനസ്സുകളുടെ ആസ്ഥാനമാണ്. അവയിൽ പലതും നശിച്ച ഓഫീസുകൾ, നഷ്ടപ്പെട്ട ഡാറ്റ, സാമ്പത്തിക അസ്ഥിരത എന്നിവ കാരണം അടച്ചുപൂട്ടൽ നേരിടേണ്ടി വരും. നിക്ഷേപകർ പരിഭ്രാന്തരാകുന്നതിനാൽ ഓഹരി വിപണി തകർന്നേക്കാം. ഓഫ്ഷോർ ക്ലയന്റുകളുള്ള കമ്പനികൾ സമയപരിധി പാലിക്കാൻ പാടുപെടുകയും ഇത് ആഗോള വിപണികളിൽ തരംഗഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നഗരം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിന് ദേശീയ, അന്തർദേശീയ ഏജൻസികളുടെ സഹായം തേടി സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. ആഗോള ദുരന്തങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ സൂചിപ്പിക്കുന്നത് തയ്യാറെടുപ്പാണ് അതിജീവനത്തിന്റെ താക്കോൽ എന്നാണ്. ടോക്കിയോ, സാൻ ഫ്രാൻസിസ്കോ, മെക്സിക്കോ സിറ്റി തുടങ്ങിയ നഗരങ്ങൾ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന കെട്ടിട കോഡുകൾ, നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, നാശനഷ്ടങ്ങളും ജീവഹാനിയും കുറയ്ക്കുന്ന അടിയന്തര പ്രതികരണ തന്ത്രങ്ങൾ എന്നിവ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എത്ര അപൂർവമായാലും ഭൂകമ്പത്തിനുള്ള സാധ്യതയെ നേരിടാൻ ബാംഗ്ലൂർ സജീവമായ നടപടികൾ സ്വീകരിക്കണം. നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തുക, നിയമങ്ങൾ പാലിക്കൽ ഉറപ്പാക്കുക, പഴയ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുക എന്നിവയ്ക്ക് മുൻഗണന നൽകണം. പുതിയ നിർമ്മാണങ്ങൾക്ക് ഭൂകമ്പ ആഘാതങ്ങളെ നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ഡെവലപ്പർമാർ ഉത്തരവാദികളായിരിക്കണം. നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഏറ്റവും ശക്തിയേറിയ കുലുക്കം ആരംഭിക്കുന്നതിന് മുമ്പ് താമസക്കാർക്ക് പരിരക്ഷിക്കാൻ നിർണായക നിമിഷങ്ങൾ നൽകും. ഭൂകമ്പ തയ്യാറെടുപ്പുകളെക്കുറിച്ച് സ്കൂളുകൾ, ഓഫീസുകൾ, റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികൾ എന്നിവയ്ക്കുള്ള പരിശീലന പരിപാടികൾ നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. എമർജൻസി റെസ്പോൺസ് ടീമുകൾക്ക് ഡ്രോണുകൾ, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഉപകരണങ്ങൾ, മെഡിക്കൽ സാമഗ്രികൾ എന്നിവയുൾപ്പെടെ മികച്ച വിഭവങ്ങൾ സജ്ജീകരിക്കണം. പാലങ്ങളും ഫ്ലൈ ഓവറുകളും ശക്തിപ്പെടുത്തുന്നത് പോലുള്ള പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നത് വലിയ തോതിലുള്ള തകർച്ച തടയാൻ സഹായിക്കും. തയ്യാറെടുപ്പിൽ വ്യക്തികളും ഒരു പങ്ക് വഹിക്കണം. കുടുംബങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, ഫ്ലാഷ് ലൈറ്റുകൾ, മെഡിക്കൽ സാമഗ്രികൾ തുടങ്ങിയ അവശ്യ വസ്തുക്കളുള്ള എമർജൻസി കിറ്റുകൾ ഉണ്ടായിരിക്കണം. വീടുകളിലും ജോലി സ്ഥലങ്ങളിലും സുരക്ഷിതമായ സ്ഥലങ്ങൾ അറിയുക, ഇവാക്വേഷൻ പരിശീലനം നടത്തുക, ഭൂകമ്പ സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നിവ അതിജീവനത്തിൽ മാറ്റം വരുത്തും. പ്രൊഫഷണൽ സഹായം എത്തുന്നതിന് മുമ്പ് രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ കമ്മ്യൂണിറ്റി അധിഷ്ഠിത ദുരന്ത പ്രതികരണ ഗ്രൂപ്പുകൾ രൂപീകരിക്കാം. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, അടിസ്ഥാന സൗകര്യ വെല്ലുവിളികൾ, പാരിസ്ഥിതിക ആശങ്കകൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂർ. ഒരു ഭൂകമ്പം പെട്ടെന്നുള്ള ഭീഷണിയായിരിക്കില്ലെങ്കിലും അപകട സാധ്യത പൂജ്യമല്ല. ദുരന്തങ്ങൾക്ക് തയ്യാറാകാത്ത നഗരങ്ങൾ ഏറ്റവും മോശമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നുവെന്ന് ചരിത്രം തെളിയിച്ചതിനാൽ ഈ സാധ്യത അവഗണിക്കുന്നത് ഒരു തെറ്റായിരിക്കും. ബാംഗ്ലൂരിൽ ഒരു വൻ ഭൂകമ്പമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നത് മാത്രമല്ല, ഏത് സാഹചര്യത്തെയും നേരിടാൻ നഗരവും അവിടുത്തെ ജനങ്ങളും തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ ഇന്ന് എന്ത് നടപടികൾ കൈക്കൊള്ളാം എന്നതാണ് ചോദ്യം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.